സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ആനിമേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെങ്കോക്കുവിനെ കുറിച്ചാണ്. നമുക്കറിയാം സെങ്കോക്കു മെറീൻ ഫോർഡിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ടൈം സ്കിപ്പിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആദ്യം നല്ല കറുത്ത മുടിയൊക്കെ യങ്ങായി തോന്നി തിരിഞ്ഞ സെങ്കോക്കു ഇപ്പോൾ ഒരു വയസ്സിനെ പോലെ ആയിട്ടുണ്ട്. ഒരു 2 വർഷത്തിനുള്ളിൽ അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു പാത തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 10K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ മെറീൻ ഫോർഡിന് മുമ്പ് വരെ നമ്മുടെ സെങ്കോക്കുവിൻ്റെ മുടി കറുപ്പ് കളർ, അതുപോലെ തന്നെ അധികം ഏജ് ആയിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷേങ്കിൽ അപ്പോഴും നമുക്കറിയായിരുന്നു നമ്മുടെ സെങ്കോക്കുവും കാർപ്പും ഏകദേശം സെയിം ഏജ് ആണെന്ന്. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു സംശയമായിരുന്നു നമ്മുടെ സെങ്കോക്കുവിൻ്റെ മുടി എന്താ ഇങ്ങനെ കറുത്തിട്ട് നമ്മുടെ ഗാർപ്പ് ഏജായി വയസ്സിൻ്റോട്ടുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേങ്കിൽ നമ്മുടെ ടൈം സ്കിപ്പിന് ശേഷം ആയിക്കോട്ടെ നമ്മുടെ സെങ്കോക്കു ഗാർപ്പിനെക്കാട്ടും വലിയ ഒരു വയസ്സനായി മാറുകയും ചെയ്തു. അപ്പോൾ ഇതിന് എന്തായിരിക്കും കാരണം? എന്തായാലും വെറും ഒരു 2 വർഷം കൊണ്ട് നമ്മുടെ സെങ്കോക്കു ഇത്രമാത്രം വയസ്സനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഒരേ ഒരു ചാൻസേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഇമോസമ പലർക്കും ഇമോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യാറുണ്ടെന്ന്. ഒന്ന് നമ്മുടെ 5 എൽഡേഴ്സ്, പിന്നെ നമ്മുടെ ഹോളി നൈറ്റ്സ്. ഒരു പക്ഷേ നമ്മുടെ ഇമോസമ ഫ്ലീറ്റ് അഡ്മിറൽസിനും ഈ പവർ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെങ്കോക്കുവിനെ നോക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് അതുവരെ യങ്ങായിട്ടിരുന്ന സെങ്കോക്കു വെറും 2 വർഷം കൊണ്ട് ഓൾഡായി മാറുന്നത് നമ്മൾ കണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റോജറിൻ്റെ ഒക്കെ ഏറയിൽ ഫ്ലീറ്റ് അഡ്മിറലായിട്ടിരുന്ന കോങ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതും നമ്മുടെ ഗാർപ്പിൻ്റെ ഒക്കെ ഒരു ഏജ് ആയിട്ടേ തോന്നുകയുള്ളൂ. ഒരു പക്ഷേ ആ ടൈമിലുള്ള നമ്മുടെ കോങ്ങിനും നമ്മുടെ ഇമൂസമ ഈ പവർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം ഫ്ലീറ്റ് അഡ്മിറൽ ആയത് നമ്മുടെ സെങ്കോക്കുവാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സെങ്കോക്കുവിനും ഈ പവർ കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമ്മുടെ സെങ്കോക്കു മെറീൻ ഫോർഡിൽ യങ് ആയി നമുക്ക് തോന്നിയത്. നമുക്കറിയാം ഇമൂസമയുടെ ഇമോർട്ടാലിറ്റി പവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആ പവർ നമുക്ക് ഏത് ഏജിലാണോ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ ഏജ് ആവുന്നത് സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ നമ്മൾ മരിക്കുകയില്ല. ഇത് നമുക്ക് 5 എൽഡേഴ്സിൻ്റെ കാര്യത്തിൽ കാണാം. 5 എൽഡേഴ്സിന് എല്ലാവർക്കും ആ പവർ കിട്ടിയത് അവർ വയസ്സായ സമയത്താണ്. അതുകൊണ്ടായിരിക്കും അവരെയൊക്കെ ഇത്ര വയസ്സനായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗാർലിങ്ങും ഇപ്പോൾ വയസ്സനായപ്പോഴാണ് ഈ പവർ കിട്ടിയത്. നമ്മുടെ ഗാർലിങ്ങും ഇപ്പോൾ ഒരു ഇമോർട്ടലായി മാറിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഗാർലിങ്ങിന് ഏജ് ആവുകയില്ല. ഇപ്പോൾ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഇമൂസമ ആ പവർ എപ്പോഴാണോ പിൻവലിക്കുന്നത് അവർ അപ്പോൾ മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ സാറ്റണിൻ്റെ കാര്യത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ സാറ്റൺ അങ്ങനെ മരിക്കാൻ കാരണം നമ്മുടെ ഇമൂസമയുടെ കയ്യിൽ നിന്ന് പവർ കിട്ടിയിട്ട് അത് പിൻവലിച്ചത് കൊണ്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റൺ സാധാരണ ഒരു ഹ്യൂമൺ ആയിരിക്കും. അപ്പോൾ ഹ്യൂമൻസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100 വർഷം. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സാറ്റൺ ഒരു പക്ഷേ 5 എൽഡേഴ്സിലെ മെമ്പറായിട്ട് 100 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസമ തൻ്റെ പവർ തിരിച്ചെടുത്തപ്പോൾ നമ്മുടെ സാറ്റൺ ഓൾറെഡി തൻ്റെ ലൈഫ് സ്പാൻ മുഴുവനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സാറ്റൺ അവിടെ വെച്ച് തന്നെ മരിച്ചു പോയത്. ഇതേ സംഭവം തന്നെയായിരിക്കും നമ്മുടെ സെങ്കോക്കുവിൻ്റെ കാര്യത്തിലും നടന്നിട്ടുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെങ്കോക്കു ഫ്ലീറ്റ് അഡ്മിറലായ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ സെങ്കോക്കു യങ് ആയിരിക്കും. ആ ടൈമിൽ നമ്മുടെ സെങ്കോക്കുവിൻ്റെ ഏജ് ആവുന്നതും നിന്നിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെ നമ്മുടെ ഇമൂസമ നമ്മുടെ പുതിയ ഫ്ലീറ്റ് അഡ്മിറലിനെ തിരഞ്ഞെടുത്തപ്പോൾ ഈ പവർ നമ്മുടെ സെങ്കോക്കുവിൻ്റെ കയ്യിൽ നിന്ന് അവരെടുത്തിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും നമ്മുടെ സെങ്കോക്കുവിൻ്റെ ലൈഫ് സ്പാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ സെങ്കോക്കു എത്രയാണോ റെഡിക്ക് ആ ടൈം കൊണ്ട് ഏജ് ആവേണ്ടത് ആ ഒരു ഏജിലേക്ക് നമ്മുടെ സെങ്കോക്കു പെട്ടെന്ന് എത്തിയത്. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ തിയറി സത്യമാവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഇത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിയെടുത്തുള്ളൂ. എന്നാൽ മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.